ABCD എന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റിന് ശേഷം മാർട്ടിൻ പ്രക്കാട്ട് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ചാർലി. ചാർലിയിൽ ദുൽഖർ സൽമാനും പാർവതിയും പിന്നെ അപർണ ഗോപിനാഥുമാണ് ലീഡ് റോൾസിൽ എത്തുന്നത്. അപർണ ഗോപിനാഥ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നത്. ദുൽഖർ സൽമാന്റെ ഹീറോയിനായിട്ട് എത്തുന്നത് പാർവതിയുമാണ്. ചാർലിയുടെ ഫസ്റ്റ് പോസ്റ്റർ ഓൾറെഡി റിലീസായി കഴിഞ്ഞു. ഈ ഫസ്റ്റ് പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർക്ക് രണ്ടുപേർക്കും, അതായത് ദുൽഖർ സൽമാനും പാർവതിക്കുമുള്ള മേക്ക് ഓവർ ഇസ് വെരി ഇംപ്രസീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്നത്. ദുൽഖർ സൽമാൻ അല്പം താടിയൊക്കെ വെച്ച് കുറച്ച് മെച്യൂരിറ്റി ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ലുക്കാണ്. അതേപോലെ തന്നെ പാർവതിക്കും സ്വല്പം മെച്യൂരിറ്റി ഒക്കെ തോന്നിക്കുന്ന, എന്താ പറയുക, ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ചൊക്കെ ഉള്ള ലുക്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഒരു പോസ്റ്ററിൽ പാർവതി ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് ബാക്ക് പാക്കും ഒക്കെ പിടിച്ച് നിൽക്കുന്ന തരത്തിലുള്ളൊരു ലുക്കാണ്. ഈ ലുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ക്യൂരിയസ് ആവും, എന്താണ് ഈ ഫിലിം, എങ്ങനെയാണ് ഈ ഫിലിം എന്നൊക്കെ അറിയാനായിട്ട്. ഫിലിം എന്തായാലും ഒരു ലവ് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഉണ്ണിയാറും മാർട്ടിൻ പ്രക്കാട്ടും ചേർന്നാണ്. മ്യൂസിക് ചെയ്യുന്നത് ഗോപി സുന്ദറാണ്. അതുപോലെ തന്നെ സിനിമറ്റോഗ്രഫി ചെയ്യുന്നത് ജോമോൻ ടി ജോണുമാണ്. ഈ ഫിലിമിന്റെ ഷൂട്ട് ഏതായാലും കഴിഞ്ഞിരിക്കുകയാണ്. ഫിലിം ഈ ക്രിസ്മസിന് പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുൽഖർ സൽമാനെയും പാർവതിയെയും അപർണ ഗോപിനാഥിനെയും കൂടാതെ ചെമ്പൻ വിനോദും നെടുമുടി വേണുവും ജോജു ജോർജും രഞ്ജി പണിക്കറും സൗബിൻ ഷാഹിറും ഒക്കെ ഈ ഫിലിമിൽ എത്തുന്നുണ്ട്. എന്തായാലും ചാർലിയുടെ പോസ്റ്ററൊക്കെ കണ്ടിട്ട് മൊത്തത്തിലൊരു കളർഫുൾ ലുക്കുണ്ട്. അതിന് യാതൊരു സംശയം വേണ്ട കേട്ടോ. സോഴ്സസ് അനുസരിച്ച് അറിഞ്ഞത് ഇതിൽ ചെറിയൊരു ഗോസ്റ്റ് സ്റ്റോറിയും കൂടെ ഈ കഥയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ ഫിലിമിന്റെ മറ്റൊരു പ്രത്യേകത ഡയറക്ടറിൽ നിന്നും പ്രൊഡ്യൂസറും കൂടെ ആയി മാറുകയാണ് മാർട്ടിൻ പ്രക്കാട്ട് എന്നുള്ളതാണ്. ചാർലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷെബിൻ ബെക്കറും മാർട്ടിൻ പ്രക്കാട്ടും പിന്നെ ജോജു ജോർജും ചേർന്നാണ് ഫൈൻഡിങ് സിനിമ എന്ന ബാനറിൽ. ഫസ്റ്റ് ലുക്കും പോസ്റ്ററും ഒക്കെ കാണുമ്പോൾ എന്തായാലും ഫിലിം വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് വാട്ട് എക്സാക്ട്ലി ദ മൂവി ഈസ് ഓൾ അബൌട്ട് എന്ന്.